ഏതോ അമ്പലത്തിലേക്കാന്നാ പറഞ്ഞത്. അതിരാവിലെ പോയെന്ന മാള് വിളിച്ചു പറഞ്ഞത്. എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പച്ചി തന്നെ സ്നേഹിച്ചത്. തന്നോട് മാത്രമല്ല, എല്ലാരോടും അപ്പച്ചി പ്രത്യേകിച്ചൊരു സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ ആ ഡോക്ടർ ജീവനെ നാഗക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ പഴയതുപോലെ പ്രതികരിച്ചതുമില്ല. അതെ, അതെന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അതൊക്കെ നമ്മൾ സംശയത്തോടെ കാണണം. ഉള്ളിൽ എന്തെങ്കിലും കൂട്ടി വെക്കുന്നവര് പുറമെ അത് കാണിക്കില്ല. എന്നാ ഒരു അവസരം വരുമ്പോ 10 മടങ്ങ് ശക്തിയോടെ ചെയ്യുകയും ചെയ്യും. സാരെന്താ പറഞ്ഞു വരുന്നത്? അപ്പച്ചി കയ്യിലൊരു തോക്ക് കരുതിക്കൊണ്ട് നടക്കുക അയാളെ കൊല്ലാൻ. അത് തനിക്കും അറിയാലോ. ഇനി അവന്റെ നെഞ്ചത്തിട്ട് വെടി പൊട്ടിക്കൊന്നും പറയാനും പറ്റില്ല. അങ്ങനെയൊന്നും പറയാതെ സാറേ. പറയാതെ എന്ന് പറഞ്ഞാൽ അത് താനും നോക്കണം. ഡോക്ടർ ജീവനും താനും തമ്മിൽ അടുക്കുന്നത് അപ്പച്ചിക്ക് അത്ര വേദനയാ. അയാൾ എന്നെ കാണുകയും എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് അപ്പച്ചിക്ക് എന്തിനാ ഇത്ര ദേഷ്യം? മറ്റാരെ കണ്ടാലും അപ്പച്ചി ഇത്രത്തോളം വേദനിക്കാറില്ലല്ലോ. ആരെ കണ്ടാലും അപ്പച്ചിക്ക് വേദന തന്നെ. അവനൊരു കുടുംബം കലക്കിയാണെന്ന് മുത്തശ്ശനും അപ്പച്ചിക്ക് തന്നോട് പറഞ്ഞതാണല്ലോ. ആദ്യം ഏട്ടത്തിയെ കയ്യിലെടുത്തു. അവിടെ നിന്നാ ഇങ്ങോട്ട് വന്ന്. ഇത് അവന്റെ ഒരു പൊതു സ്വഭാവ. വെറുതെ ഓരോ വീടിനകത്ത് കടന്നു ചെല്ലും. എന്നിട്ട് വീടിനകത്തുള്ളവരുടെ സമാധാനം കളയും. സാറ് പറയുന്നതിനും അപ്പുറം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ താനും അയാളെ പോലെ തന്നെ അലഞ്ഞു തിരിയും. എന്നിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടെത്ത്. സാറ് ദേഷ്യപ്പെടാതെ ചായ കുടിക്ക്. ഇനി അപ്പച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നാ എനിക്ക് തോന്നുന്നു. ഇന്നലെ അത്രത്തോളം നമ്മളെയൊക്കെ സ്നേഹിച്ചതാണല്ലോ. ആ സ്നേഹമാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എടോ, അപ്പച്ചിക്ക് ഇതല്ലാതെ മറ്റൊരു മുഖമുണ്ട്. അത് താനും കണ്ടിട്ടുള്ളതല്ലേ. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാ എന്ത് ചെയ്യാൻ മടിക്കില്ല. ഒരാളെ കൊല്ലാനും അതുപോലെ തന്നെ മരിക്കാനും. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ കാർത്തു. പോരാത്തതിന് മാഡത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറിനെ പോലെ വലിയൊരു മനുഷ്യന്റെ മകളെ
പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷെ ഇവിടെ ജാമ്യം പോലും കിട്ടാത്ത കേസാ. പിന്നെ സാറിന്റെ കഴിവനുസരിച്ചൊന്ന് ശ്രമിച്ചു നോക്ക്. എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായം ഉണ്ടാവും. മാഡത്തിനെ ജയിലിലേക്ക് പറഞ്ഞുവിടാൻ എനിക്കൊരാഗ്രഹമില്ല. ഞാൻ പോട്ടെ അച്ഛാ. മുത്തശ്ശ, അവരുടെ പറ അമ്മയെ കൊണ്ടുവരുന്നു. മുത്തശ്ശ, അമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്കും മുത്തശ്ശ. അമ്മ ജയിലിൽ പോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാർത്തു വെച്ച് ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഡോക്ടർ ജീവനെ ആരോ വെടിവെച്ചെന്നേ അറിയൂ. അമ്മയെ പോലീസുകാർ കൊണ്ടുപോയ വിവരം എനിക്ക് പറയാൻ പറ്റില്ല ചേച്ചിയോട്. ഇപ്പോ മുത്തശ്ശനൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. മോളെ, മോളെ കരയാതെ. മുത്തശ്ശൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. നോക്കിയാ പോരാ, ഒരു ദിവസം പോലും എന്റെ അമ്മ ജയിലിൽ കിടക്കാൻ പാടില്ല മുത്തശ്ശ. അരുണേട്ടനെ ഇപ്പൊ തന്നെ വിവരം അറിയിക്കണം. പെട്ടെന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. മോളെ വിഷമിക്കാതിരിക്കേ. മോളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ പിന്നെ മുത്തശ്ശൻ വെറുതെ ഇരിക്കുവോ? അമ്മ പോലീസുകാര് തല്ലോ മറ്റോ ചെയ്യോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മറ്റൊരു മാർഗമില്ലാത്തോണ്ട് ആ SI അറസ്റ്റ് ചെയ്തത്. അമ്മയ്ക്കിനി ജാമ്യം കിട്ടാതിരിക്കും മുത്തശ്ശ. അതേപ്പറ്റി ഒന്നും അറിയില്ല മോളെ. അവളല്ല ഇത് ചെയ്തതെന്ന് തറപ്പിച്ചു പറഞ്ഞ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ ഇവിടെ അതല്ലല്ലോ സ്ഥിതി. തെറ്റ് ചെയ്തവൾ കുറ്റം സമ്മതിക്കല്ലേ. അതുകൊണ്ടെന്താ പ്രയോജനം? അറിയാത്തവരും കൂടി എല്ലാം അറിയും. മോളുടെ അമ്മ വലിയൊരു മണ്ടത്തറ കാണിച്ചിരിക്കുന്നത്. അവൻ മരിച്ച നമ്മുടെ കുടുംബത്തിന്റെ തകർച്ച ഒഴിവാകുമെന്ന വിചാരം. പക്ഷേ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവൾക്കിപ്പോഴില്ല. ഡോക്ടർ ജീവന്റെ മരണം മാത്രമാണ് അവളിപ്പോഴും ആഗ്രഹിക്കുന്നത്. അവളുടെ നാണക്കേടിനേക്കാൾ ഉപരി കാർത്തു സത്യങ്ങൾ അറിയാൻ പാടില്ല അവന്റെ നാവിൽ നിന്ന്. അത് മാത്രമാ അവളുടെ ഇപ്പോഴത്തെ ചിന്ത. മോള് മുത്തശ്ശന് കുടിക്കാൻ ഇതിന് വെള്ളം കൊണ്ടുപോവാ. ശരീരത്തിനാകെ ഒരു തളർച്ച പോലെ. ഞാനിപ്പോ കൊണ്ടുവരാം മുത്തശ്ശ. കാർത്തൂന് നല്ല വിഷമമുണ്ട്. കുറച്ചു കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടൊന്ന് പോണം. അരുണിന്റെ അമ്മയൊക്കെ സങ്കടത്തിലാണല്ലോ. ആരെ കുറ്റപ്പെടുത്തണം, ആരെ ന്യായീകരിക്കണം എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അയാളോട് നാഴിക്ക് 40 വട്ടം പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കാർത്തൂന്റെ പിന്നാലെ കറങ്ങി നടക്കരുതെന്ന്. വിഷുവിന്റെ അന്ന് അരുണിന്റെ അപ്പച്ചി വന്നതും എല്ലാരെയും സ്നേഹിച്ചതും ഒക്കെ ഈ ഡോക്ടർ ജീവന്റെ മരണം മുമ്പിൽ കണ്ടോണ്ട് തന്നെയാ. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് വിഷു ആഘോഷിക്കുക, ഒന്നിച്ചു കഴിയുക, അതൊക്കെയായിരുന്നു അവരുടെ മനസ്സിൽ. ദീപന്റെ ഏട്ടൻ നിരപരാധിയാണെന്നാണ് നമ്മളിപ്പോ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാ ആ പാപത്തിൽ നിന്ന് കാർത്തൂന്റെ അമ്മയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അതിലുപരി ഇതൊക്കെ വലിയ പ്രശ്നമാവും പവിത്രേ. ഇനിയിപ്പോ പോലീസായി, കേസായി, വഴക്കായി, അങ്ങനെ കണ്ണേട്ടനാണല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഹലോ കണ്ണേട്ടാ. നമ്മള് സംശയിച്ചത് ശരിയായ ദീപ. പോലീസുകാരെ കൊണ്ടുപോയി അരുണ്ടപ്പച്ചയെ. അപ്പോ സാറിന്റെ അപ്പച്ചി തന്നെയാണ് ജീവേട്ടനെ ഷൂട്ട് ചെയ്തല്ലേ? അതുകൊണ്ടല്ലേ പോലീസുകാരെ കൊണ്ടുപോയത്.
ആ സംഭവത്തിന് സാക്ഷികളുണ്ട്. എന്ത് ചെയ്യാനാ, സ്വന്തം വാശി നടത്താൻ അവര് നോക്കിയത്. പിന്നീടുള്ള തലവേനെ പറ്റി ഒന്നും ചിന്തിച്ചില്ല. ഇനിയൊരു മകളെ കല്യാണം കഴിപ്പിച്ച് വിടാനുണ്ടെന്നോ സ്വന്തം ഭർത്താവ് കഴിഞ്ഞ കാല സംഭവങ്ങളൊക്കെ തിരിച്ചറിയുമെന്നോ ഒന്നും അവർ ആലോചിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും കണ്ണേട്ട? എനിക്കറിഞ്ഞൂടാ. അരുൺ ഓടി നടക്കുക അവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഊരിക്കൊണ്ടുവരാൻ വേണ്ടിട്ട്. പക്ഷെ അവര് പോലീസിൽ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ജാമ്യം പോലും കിട്ടുമെന്ന് അറിയില്ല ദീപ. വല്ലാത്തൊരു സംഭവമായി പോയല്ലോ. നീ നിന്റെ ഏട്ടനെ പോയി ഒന്ന് കാണണം. ചോദിക്കാൻ പാടില്ലാതാണ്, എങ്കിലും എന്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയാ. ഏട്ടനെ കണ്ടിട്ട് അരുണിന്റെ അപ്പച്ചിയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിക്കണം. കണ്ണേട്ട, ഈ സമയത്ത് അങ്ങോട്ട് ചെന്ന ഏട്ടനെ കാണാൻ പോലും ഏട്ടത്തിമ്മ എന്നെ അനുവദിക്കില്ല. ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും അവര്. എന്നാ പിന്നെ വരുന്ന പോലെ വരട്ടെ. എങ്ങനെയുണ്ട് ഡോക്ടർ ഇപ്പോ? ബുള്ളറ്റ് നീക്കം ചെയ്തു, എങ്കിലും അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. തലയുടെ പിൻഭാഗത്തായിരിക്കും ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ തോളിലാ കൊണ്ടത്. അല്ലെങ്കിൽ സ്പോട്ടിൽ തീർന്നേനെ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ ആരെയും കടത്തിവിടാൻ പറ്റില്ല. അദ്ദേഹം വെന്റിലേറ്ററിലെ. ഒരു 4-5 മണിക്കൂർ ഒബ്സർവേഷന് ശേഷം കാണാൻ പറ്റൂല്ലോ എന്ന് പറയാം. എന്താ ചേച്ചി? ഇനി അങ്ങേരെ ജീവനോടെ കാണാൻ പറ്റുന്ന കരുതിയതല്ല. ഇപ്പോഴും കണ്ടിട്ടില്ല. പിന്നെ വെടിയുണ്ടൊക്കെ പുറത്തെടുത്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭയക്കുന്ന പോലെയൊന്നും സംഭവിക്കില്ലെന്ന് വേണം കരുതാൻ. ഞാൻ സംഭവ സ്ഥലത്ത് പോയി ചേച്ചി. അവരാ വെടിവെച്ചത്. അവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ ഭീഷണിപ്പെടുത്തി നിർത്തുന്നുണ്ടല്ലോ അരുൺ. അവന്റെ അപ്പച്ചിയാ ഇത് ചെയ്തത്. ഞാൻ അറിഞ്ഞു കാര്യങ്ങള്. അവളിപ്പോ പോലീസ് സ്റ്റേഷനിലാ. മുമ്പൊരിക്കനെ വഴി വെച്ച് കണ്ടപ്പോഴും അവള് മോശമായിട്ടാ സംസാരിച്ചത്. എങ്കിൽ കൂടുതൽ ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. അവര് തമ്മിൽ എന്തോ തരികിട ബന്ധമുണ്ട്. ഡോക്ടർ മിക്കവാറും അവരെ വഞ്ചിച്ചിട്ടായിരിക്കും ചേച്ചിയെ കെട്ടി അമേരിക്കക്ക് പറഞ്ഞത്. ഇനിയിപ്പോ അതൊക്കെ വിശ്വസിച്ചേ പറ്റൂ. നിനക്കറിയാലോ സുമിത്ര, കുറച്ചു ദിവസമായിട്ട് അങ്ങേര് പാടെ മാറി. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ പോലും മരിച്ചോളാനാ പറയുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ചേച്ചി മരിച്ചു കഴിഞ്ഞാ ഈ പറയുന്ന സ്ത്രീയെ ഏറ്റെടുക്കാന്ന് വാക്കുകൊടുത്തു കാണും. അങ്ങനെയെങ്കിൽ അയാൾ മരിക്കുന്നതാ നല്ലത്. അല്ല, ഇതൊക്കെ എന്റെ ഊഹാപോഹങ്ങളാണ്, സത്യാവണമെന്നില്ല. ഒരുവൾ പൊതുനിരത്തിൽ വെച്ച് നടക്കാനിറങ്ങിയ മനുഷ്യനെ കൊല്ലാൻ നോക്കണമെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ കാരണം ഉണ്ടാവും. അത് സുമിത്രൻ പറഞ്ഞത് തന്നെ ആയിരിക്കും. ഈ വാർത്ത അറിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ ഇപ്പൊ എനിക്ക് അയാളോട് സകല സിമ്പതിയും പോയി സുമിത്ര. ഒരു സ്ത്രീ ഇത് ചെയ്തു എന്നറിഞ്ഞപ്പോ തന്നെ. ഇനി അവരെ അതിന്റെ പിന്നിൽ പ്രേരിപ്പിച്ചെന്താന്നറിയുമ്പോ ഞാൻ അയാളെ പൂർണ്ണമായിട്ടും വെറുക്കും. അതുപോലെ നാണം കെട്ടൊരു കഥ ഇതിന്റെ പിന്നിലുണ്ട്. ഒന്ന് ഉത്സാഹിച്ചു നിന്നാ ഒരു കുടുംബം കുട്ടിച്ചോറാവുന്നത് കാണാം. അവർക്കിത് എന്തിന്റെ കേടാ? ഇനി ജയിലിൽ കിടക്കട്ടെ. നമ്മളോട് ചെയ്ത ചതിക്കും അവഗണനയ്ക്കും അത് തന്നെ അവർക്ക് കിട്ടേണ്ടത്. എന്നാലും ഡോക്ടർ ജീവനോട് അപ്പച്ചിക്ക് ഇത്രയും വൈരാഗ്യം വരാനുള്ള കാരണം എന്തായിരിക്കും? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ജീവൻ ഡോക്ടർ അമ്മയുടെ പഴയ കാമുകനായിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴാ ചില പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നേ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അപ്പച്ചിയുടെ ജീവിതത്തിൽ പല പൊട്ടിത്തെറികളും ഉണ്ടായിട്ടുണ്ട്. അതിനിടയില് അപ്പച്ചി കുറച്ചുനാൾ പാലക്കാടായിരുന്നു. ആ സമയത്ത് അപ്പച്ചി സൈക്കാട്രിസ്റ്റിന്റെ സഹായം തേടിയിരുന്നു. കാര്യമായിട്ട് എന്തോ നടന്നു എന്നുള്ള കാര്യം ഉറപ്പാ. അതിന് ഡോക്ടർ ജീവനോട് ചോദിച്ച് മനസ്സിലാക്കണം. അച്ഛൻ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയിരിക്കുകയാണല്ലോ. അതിന്റെ പിന്നിലും അതാണോ കാരണോന്ന് പറയാം. എന്താ മോളെ, ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഒന്ന് വിളിക്കണോന്ന്. ആരെയും വിളിച്ചിട്ടൊന്നും പറയുന്നില്ല. അമ്മ, പോലീസുകാർ കൊണ്ടുപോയി ചേച്ചി. ചേച്ചിയെ വിളിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഇതുവരെ പറയാതിരുന്ന. മുത്തശ്ശനൊന്നും അറിഞ്ഞില്ലേ?
അമ്മയെ പോലീസുകാരും കൊണ്ടുപോയപ്പോ മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നു. ജാമ്യത്തിൽ ഇറക്കാന്നും പറഞ്ഞ പോയത്. ജാമ്യം കിട്ടുവോ? ഒന്നും അറിയില്ല ചേച്ചി. ഭയന്നത് തന്നെ സംഭവിച്ചല്ലോ. അപ്പച്ചി എന്തിനാ ഇത് ചെയ്തത്? അതുകൊണ്ടാ എല്ലാവരും കാർത്തേച്ചോട് പറഞ്ഞത് അയാളെ അടുപ്പിക്കരുതെന്ന്. അരുണേട്ടനും മുത്തശ്ശനും ഒക്കെ താക്കീത് ചെയ്തത് അയാളെ. എന്നിട്ട് അയാൾ അമ്മയുടെ മൊബൈലിലും വിളിച്ചു. നമ്മുടെയൊക്കെ മുന്നിലേക്ക് പലപ്പോഴും വന്നു. ചേച്ചിക്ക് അയാൾ ഗിഫ്റ്റ് തന്നു. അത് തിരിച്ചു കൊടുത്തല്ലോ. എങ്കിലും എന്തിനാ അയാളത് ചെയ്തത്? നമുക്കൊക്കെ അയാളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ അയാള് മരിക്കണമെന്ന് അമ്മ നേരത്തെ ഉറപ്പിച്ചു കാണും. എന്നിട്ടാ നമുക്ക് ഓരോരോ സമ്മാനങ്ങൾ അമ്മ തന്നതും നമ്മളെ അമിതമായി സ്നേഹിച്ചതും. സാറിന്റെ സംശയം ശരിയായെന്ന് വേണം പറയാൻ. അയാൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും അറിയില്ല. മരിക്കണമെന്ന പ്രാർത്ഥന. പിന്നെ മരിച്ചു കഴിഞ്ഞ അമ്മ ഒരു കൊലയാളിയാകുമല്ലോ, ആ ഒരു പേടി മാത്രമേ ഉള്ളൂ. ഞാൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ. എത്ര പണവും സ്വാധീനം ഉപയോഗിച്ചിട്ടാണെങ്കിലും അപ്പച്ചിയെ പുറത്തു കൊണ്ടുവരണമെന്ന് സാറിനോട് പറയാം. മുത്തശ്ശനോടും. മോള് വിഷമിക്കണ്ട. ഇനി എന്ത് ചെയ്യും മോനെ? അപ്പച്ചിയാണ് ഷൂട്ട് ചെയ്തതെന്ന് പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ജാമ്യത്തിൽ എങ്ങനെ ഇറക്കായിരുന്നു? ദൃക്സാക്ഷികൾ ഉള്ളതുകൊണ്ട് അതിനും കഴിയില്ല മോനെ. റിമാൻഡ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ മിനിസ്റ്ററെ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് അയാളും നിസ്സഹായനാണെന്ന് പറഞ്ഞു. ഞാനും എന്റെ സകല സ്വാധീനം ഉപയോഗിച്ചു നോക്കി. പക്ഷെ അപ്പച്ചിക്ക് വേണ്ടി ആശ്രയിച്ച വക്കീല് പോലും ഇങ്ങനൊരു കേസിന് രക്ഷയില്ലെന്നാ പറയുന്നത്. വെടിയേറ്റവരൊരു തല്ലിപ്പള്ളിയാണെങ്കിൽ അയാൾ ഡോക്ടറായി പോയില്ലേ? കാർത്തു ആണെങ്കിൽ വിളിച്ചിട്ട് അപ്പച്ചി എങ്ങനെ രക്ഷിക്കണമെന്ന് പറയാ. മാളും അത് തന്നെയാ പറച്ചില്. അവൾക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അയാളെ കൊല്ലുന്നൊരു 100 വട്ടം പറഞ്ഞിട്ടില്ലേ മുത്തശ്ശ? ജയിലിൽ കിടക്കുന്ന പ്രശ്നമല്ലെന്ന് എപ്പോഴും പറയായിരുന്നു. അത് മുന്നിൽ കണ്ടിട്ടാ അയാളുടെ കാർത്തുനെ കാണരുത്, വീട്ടിലേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞത്. അത് ഞാൻ മാത്രമല്ല, കണ്ണേട്ടനും പപ്പേട്ടനും അയാളുടെ അനിയൻ ദീപനും ഒക്കെ പറഞ്ഞതാ. എന്നിട്ട് അതൊന്നും ചെവി കൊള്ളാതെ അയാൾ വലിഞ്ഞേറി വരികയായിരുന്നു സമ്മാനമായിട്ട്. കാർത്തുവിനെ അവൻ രഹസ്യമായിട്ട് കാണുന്നുണ്ടല്ലേ? ഉണ്ടെന്നാ എന്റെ വിശ്വാസം. ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് അയാളോട് സിമ്പതി കാട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറം അയാളോടൊരു ഇഷ്ടമുണ്ട് കാർത്തുന് ഇപ്പോ. പിന്നെ അയാളല്ലേ ആള്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് പവിത്രടുത്തിടയും കണ്ണേട്ടനെ മനസ്സിൽ കയറി കൂടിയിരിക്കുക. അവരെല്ലാരും ഇപ്പൊ ജീവനെ സപ്പോർട്ട് ചെയ്യാ. പിന്നെ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിന്ന് അധികം ഒന്നും പറയുന്നില്ല എന്ന് മാത്രം. എനിക്ക് ദേവയെ പോലീസ് സ്റ്റേഷനിൽ പോയി കാണാൻ വയ്യ മോനെ. ഞാനിങ്ങനെ ജീവനോടെ ഇരിക്കുമ്പോ മോള് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് സത്യം പറഞ്ഞ മരണം തന്നെയാ. ഇനി നമ്മൾ എന്ത് ചെയ്യും മോനെ? എനിക്കറിയില്ല മുത്തശ്ശ. SIയെ പരിചയമുള്ളതുകൊണ്ട് അപ്പച്ചി ലോക്കപ്പ് കിടത്തിയില്ല. എങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ പോലെ നിൽക്കുന്ന അപ്പച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം നെഞ്ചു പൊട്ടുന്ന കാഴ്ചയാ. ശരീരമൊക്കെ തളർന്നു പോവുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നിട്ട് ജയിലിൽ പോയേനെ. ഈ പ്രായത്തിൽ കൊലപാതകം നടത്തിയിട്ട് ജയിലിൽ കിടന്ന ആർക്കെന്ത് നഷ്ടം വരാന്? അവൻ പറഞ്ഞത് നേരാ. എന്നാലും ആൾക്കാരെ കാണിക്കാൻ ഒരു താലി വേണ്ടേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ദീപേട്ടന് ഉടനെ ദേഷ്യം വരും. കാർത്തൂന്ന് വിളിച്ചാ മതി, ആ സമയത്ത് വിളിപ്പുറത്താ. അതാണ് നിനക്കിപ്പൊ കാർത്തൂനോടും ദീപനോടും ഉള്ള വെറുപ്പ്. ഓർമ്മയായ കാലം മുതലേ കാർത്തൂനെ എതിരാളിയായിട്ടാ ഞാൻ കണ്ടത്. അവളെക്കാൾ ഇന്നും മുകളിലായിരിക്കണമെന്ന് ഞാൻ മാത്രമല്ല, പപ്പയും അമ്മയും ആഗ്രഹിച്ചിട്ടുണ്ട്. മോളുടെ കല്യാണം കഴിയുന്നതുവരെ അങ്ങനെ ആയിരുന്നല്ലോ കാര്യങ്ങളുടെ പോക്ക്. കല്യാണം കഴിച്ച ശേഷവും അങ്ങനെ തന്നെ. ദീപൻ ജയിലിൽ നിന്നിറങ്ങി അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാ കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. അങ്ങനെ ദീപേട്ടനെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു കുഞ്ഞ് കാണില്ലായിരുന്നു. ആ, അത് നേരാ. ഇനി ഇപ്പൊ നടന്നതിനെ പറ്റി ഒന്നും പറയണ്ട. മോക്ക് കാർത്തു ഒരു തടസ്സമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് നിനക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക്
കാർത്തൂനെയും ദീപനെയും തമ്മിൽ അകറ്റാൻ നീ ശ്രമിക്കണം. എനിക്ക് അകറ്റണമെന്നൊന്നുമില്ല. എന്റെ കുഞ്ഞിനേക്കാളും അവളെ സ്നേഹിക്കുന്നതിലാണ് എനിക്ക് പരാതി. പരാതിയും പൊതിഞ്ഞ് അടക്കി പിടിച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. ഒരു സംശയം ഉള്ളി കടന്നുകൂടിയാ അത് ഇല്ലാതാക്കാൻ നോക്കണം. അതിലാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ മിടുക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ കടിച്ചു കീറാൻ വരുന്ന ആളോട് എന്ത് ചോദിക്കാനാ? സ്നേഹത്തിലൂടെ അവനെ കുറച്ചുകൂടെ കീഴ്പ്പെടുത്തണം മോളെ. അതിനൊക്കെ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. എന്നാ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ദേവനന്ദ, ഡോക്ടർ ജീവൻ, അരുൺ, കാർത്തിക ഇവരുടെയൊക്കെ സംസാരം നീ ഒളിഞ്ഞും മറഞ്ഞും നിന്ന് കേൾക്കണം. അപ്പോ അതിൽ നിന്ന് പലതും പിടിച്ചെടുക്കാം. അങ്ങനെ തന്നെ ഇപ്പൊ പിടിച്ചെടുത്തോണ്ടിരിക്കുന്നത്. അതിന്ന് ചിലതൊക്കെ ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ആ രൂപപ്പെട്ടത് ശരിയായിരിക്കും. നമ്മൾ കരുതുന്നതിനേക്കാളും ബന്ധം ദേവനന്ദയും കാർത്തൂൻ ജീവനുമായിട്ടുണ്ട്. ഓ, എന്നാൽ അവളുടെ ഒരു യോഗം അനാഥയായിട്ട് കാട്ടിക്കിടന്നതാ. ഇപ്പൊ ബന്ധുക്കളാ ചുറ്റും. ഇട്ടുമൂടാൻ പണം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ പണം മാത്രമല്ല, ആൾക്കാരുമായി. രാജയോഗ അവക്ക് 10-23 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് അരുണിനെ കല്യാണം കഴിച്ച ശേഷം. പിന്നെ ആകെ ഒരു ആശ്വാസമുണ്ട്, അവൾക്ക് കുട്ടികളില്ലെന്നുള്ളതാ. ഓ, അതൊരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. എനിക്കെന്തോ അയാളെ അങ്ങോട്ട് ന്യായീകരിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ടാ. വിവാഹത്തിന് മുമ്പ് അരുണിന്റെ അപ്പച്ചിക്ക് ഒരു തെറ്റുപറ്റി. അത് ഡോക്ടർ ജീവനോടുള്ള സ്നേഹം കൊണ്ട് പറ്റിപ്പോയതാ. അവിടെയും അയാള് നിരപരാധിയായിരുന്നു. അയാളെ കൃത്യമായിട്ട് അരുണിന്റെ അപ്പച്ചിയെ തടയാൻ നോക്കിന്നാ പറഞ്ഞേ. എന്നിട്ടും പരിധി വിട്ടു പോയതാ അരുണിന്റെ അപ്പച്ചിക്ക. ഇതൊന്നും ഒരിക്കലും അരുണിനോട് പറയാൻ പാടില്ലാത്തതാ. പ്രത്യേകിച്ച് അരുൺ അമ്മയെ പോലെ സ്നേഹിക്കുന്ന അരുണിന്റെ അപ്പച്ചിയുടെ കാര്യങ്ങള്. പിന്നെ സാഹചര്യം ഇതായി പോയതുകൊണ്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങള് അരുണിനോട് തുറന്നു പറഞ്ഞത്. അയാൾ എല്ലാ രീതിയിലും കണ്ണേട്ടനങ്ങ് സ്വാധീനിച്ചു അല്ലേ? കഥകൾ പറഞ്ഞപ്പോ അയാളെല്ലാം പറഞ്ഞു. അയാളൊരു ഡോക്ടറാണ്. എന്നിട്ടും മുന്നും പിന്നും നോക്കാതെ ഇതൊക്കെ ചെയ്തത് എന്തിനാന്ന് ചോദിച്ചപ്പോ അയാൾക്കെല്ലാം പറയേണ്ടി വന്നു. എനിക്ക് ഈ വിഷയത്തിന്റെ പേരിൽ കണ്ണേട്ടനോട് തർക്കിക്കാനും വഴക്കിടാനൊന്നും വയ്യ. നിങ്ങളൊക്കെ ഇപ്പൊ അയാൾക്കൊപ്പാ. പപ്പേട്ടനും അയാളെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. പിന്നെ ദീപന്റെ ഏട്ടനല്ലേ, അതുകൊണ്ട് അവൻ ന്യായീകരിക്കുന്നത് സ്വാഭാവികം. പക്ഷെ എന്റെ അപ്പച്ചിയും മുത്തച്ഛനും പറയുന്നതേ എനിക്ക് കേൾക്കാൻ പറ്റൂ. അവരൊരിക്കലും എന്റെ തകർച്ചയ്ക്കായിട്ടൊന്നും ചെയ്യുന്നവരല്ല, ആരെ ഉപദ്രവിക്കുന്നവരല്ല. അങ്ങനെയുള്ളവരെ വേദനിപ്പിച്ചവൻ എന്റെയും ശത്രുവാ. അരുൺ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ഞാൻ പിന്നെ എന്ത് പറയാനാ? കാർത്തൂനെ നിയന്ത്രിക്കണമെന്ന് അരുൺ എന്നോട് പറയുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് അരുണിനോടും പറയാനുള്ളത്. അരുണിന്റെ അപ്പച്ചിയെ നിയന്ത്രിക്കാൻ അരുണിന് കഴിയില്ലായിരിക്കും. പക്ഷേ അരുണിന്റെ മുത്തച്ഛനോടൊന്ന് പറയണം. ഇനിയിപ്പോ എന്ത് സംഭവിച്ചിരുന്നാലും കൂടുതൽ തകർച്ച നേരിടേണ്ടി വരുന്നത് അരുണിന്റെ അപ്പച്ചിക്ക് തന്നെ ആയിരിക്കും. പോലീസിന് മുമ്പിൽ അപ്പച്ചിയെ നിരപരാധിയാക്കിയ അയാള്, അതിനുശേഷം അയാളങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. മരണമൊഴി എന്തായാലും കോടതി മുഖവിലേക്ക് എടുക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പച്ചി രക്ഷപ്പെടുകയും ചെയ്തേനെ, അയാളെ കൊണ്ടുള്ള ശല്യവും തീർന്നേനെ. ഞാൻ കുറച്ച് സ്വാർത്ഥനായെന്ന് കണ്ണേട്ടന് തോന്നുന്നുണ്ടാവും. കണ്ണേട്ട, ഡോക്ടർ ജീവനൊരു തലവേദനയാ. നമ്മുടെ എല്ലാ മനസ്സമാധാനം കളയുന്നത് അയാളെപ്പോ. അങ്ങനെ ഒരുത്തം മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ഭർത്താവിന്റെ അവസ്ഥ കണ്ട് സമ്മതം തെറ്റുകൊണ്ട സ്ത്രീയാ. വെറുതെ അവരോട് തല്ലാനും വഴക്കിടാനും നിൽക്കണ്ട. നിങ്ങൾ പൊക്കോളൂ. പേ പിടിച്ച മോളെ കൊണ്ടേ പൂട്ടിയെടുക്കാർന്നോരെ. ഇവക്കെ മുഴുത്ത വട്ട. ഇവക്കൊരു മോളുണ്ടല്ലോ, അവക്കും അങ്ങനെ തന്നെയാ, ആ മഞ്ജുന്. ഇത് പാരമ്പര്യമാ. ഇവളുടെ അമ്മയ്ക്കും അസുഖം ഉണ്ടായി കാണും. അവരിപ്പോ ജീവനോടെ ഉണ്ടോ അതോ ചത്തോ? നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? നിനക്കും കാണും അതിൽ ചെറിയൊരു അംശം. ഇതൊരു വീടല്ല, ഭ്രാന്താലയോ. പെട്ടെന്ന് എല്ലാവരും നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ നാട്ടുകാർ ഈ വീടിന് കല്ലെറിയും. പറഞ്ഞേക്കാം. ഞങ്ങൾ പറഞ്ഞതാ നീ ഇവിടെ ഇല്ലെന്ന്. അതിനിടയ്ക്ക് ഇറങ്ങി വന്നു. അവരുടെ മാനസികാവസ്ഥ എന്തെന്നറിഞ്ഞിട്ട് നീ സംസാരിക്കണമായിരുന്നു. എനിക്കൊന്നും അറിയാനില്ല. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ ഭാര്യയല്ലേ.
അവളോട് ഇത്രയും മാന്യമായി പെരുമാറിയത് തന്നെ അധികം. നീ ഇത് ലോകരെ മുഴുവൻ അറിയിക്കും, അതിനുള്ള പുറപ്പാടാ. അവനേതായാലും നിന്നെ ജയിലിൽ കിടത്താൻ ശ്രമിച്ചില്ലല്ലോ, എന്നിട്ടും അവനെ വെറുതെ വിടാത്ത എന്താ? മരണതുല്യമായ അവസ്ഥ തന്നിട്ട് ഇപ്പൊ അവന്റെ സിമ്പതി, അതും എന്റെ കാർത്തൂവിനെ സ്വാധീനിക്കാൻ. അച്ഛൻ പോലും ഇപ്പൊ അവന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചു. അപ്പോ കാർത്തൂവിനെ തള്ളി പറയോ? അത് തന്നെ എന്റെ പേടി. കാർത്തൂം അവനും തമ്മിൽ അടുക്കുന്നത്. അവരങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ എനിക്കൊരു സംശയം ഉണ്ടമ്മേ. ഡോക്ടർ ജീവനും അമ്മയും തമ്മില് നിങ്ങളൊക്കെ പറയുന്നതിനപ്പുറം ഒരു ബന്ധമുണ്ടോന്ന്. കണ്ടോ, ഒന്നും അറിയാത്തതിന്റെ ഇളയ മോള് പോലും സംശയിച്ചു തുടങ്ങി. ഇതുപോലെ തന്നെയാ ഇനി എല്ലാവരും ചോദ്യങ്ങളുമായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നടങ്ങാൻ നോക്ക്. മോൾക്ക് എന്നെ സംശയമുണ്ടോ? അല്ല, അമ്മ ഇങ്ങനെയൊക്കെ ഓരോന്നും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോ ആരായാലും സംശയിക്കില്ലേ? അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല മോളെ. പക്ഷേ ഒരു സമയത്ത് അമ്മയും മുത്തച്ഛനെയും ഒരുപാട് ദ്രോഹിച്ചവനാ ജീവൻ. അതിന്റെ പകയും വിദ്വേഷവും മരണം വരെ അമ്മയിൽ നിന്ന് വിട്ടുപോവില്ല. എന്താ ഇത്ര വൈകിയത്? കാർത്തൂന്റെ അടുത്തൊന്ന് പോയതാ. അരുൺ സാറിന്റെ അപ്പച്ചിക്ക് ജാമ്യം കിട്ടി. എങ്കിലും ഇതുവരെ കാർത്തു ഭയങ്കര ടെൻഷനിലായിരുന്നു. പിന്നെ ജീവേട്ടനും ഹോസ്പിറ്റലിലാണല്ലോ. ആ വിവരങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദീപേട്ടൻ ഇന്ന് പുറത്തു പോയതിനു ശേഷം കുഞ്ഞിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ടില്ല. ഇടി, ഞാൻ എന്തിനാ വിളിക്കുന്നത്? കുഞ്ഞിന്റെ അരികിൽ നീയുണ്ട്, നിന്റെ അമ്മയുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കുമല്ലോ. എന്നാലും അതല്ലല്ലോ ദീപേട്ട, ഇടയ്ക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വിളിക്കാനും സുഖവിവരങ്ങൾ അന്വേഷിക്കാനും ഞാൻ അങ്ങ് അമേരിക്കയിലൊന്നല്ലോ, ഇവിടെ തന്നെയല്ലേ. എന്നോടും കുഞ്ഞിനോടുള്ള ദീപേട്ടന്റെ സ്നേഹം കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എടീ, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും നിനക്ക് കണ്ടെത്താം. ഞാൻ ഒഴിഞ്ഞു നിൽക്കാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? എടീ, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്, പുറത്തു പോയി തിരിച്ചു വരുന്ന എന്നെ മാന്തി പൊളിക്കാൻ വരരുത്. വന്നു കഴിഞ്ഞാലേ അത് നിന്റെ കുഞ്ഞിന്റെയും ഭാവിയെ ബാധിക്കും. നിന്റെ തറവാട് വിറ്റ് കിട്ടി കുറെ പണം ബാങ്കിൽ കിടപ്പുണ്ട്. വേണമെങ്കിൽ അത് എടുത്ത് തന്നിട്ട് ഈ വീട് നിന്റെ പേരിലാക്കിയിട്ട് ഞാനങ്ങ് പോയേക്കാം. എന്ത് പറഞ്ഞാലും പോകുന്ന കാര്യമാണല്ലോ പറയുന്നത്. ഇടി, സ്വസ്ഥത ഇല്ലെങ്കിൽ പിന്നെ പോകുന്നല്ലേ നല്ലത്. എന്റെ ഭാഗത്ത് നിന്ന് ദീപേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏത് നേരവും ദീപേട്ടൻ സംസാരിക്കുന്നത് കാർത്തൂന്റെ കാര്യമാ. അതിനിപ്പോ എന്താ കുഴപ്പം? എടി, കാർത്തു എനിക്ക് എന്റെ സ്വന്തം അനുജത്തെ പോലെയാ. കാർത്തുവായിട്ട് ഞാനറിയാത്ത എന്തെങ്കിലും ബന്ധമുണ്ടോ ജീവേട്ടൻ വഴി? എന്താ നീ അങ്ങനെ ചോദിച്ചത്? കാർത്തു ജീവേട്ടന്റെ മകളാണോ? എനിക്കും അമ്മയ്ക്കൊക്കെ അങ്ങനെ ഒരു സംശയമുണ്ട്. നിന്റെ സുധാമണിയുടെ തലയില് അത്തരം ചിന്തകളെ വരൂ. അതിനൊന്നും മറുപടി പറഞ്ഞ് മുഷിയാൻ എന്നെ കിട്ടിയെന്ന് വരില്ല.